നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം കുറച്ച് സാരി കാണിക്കാം കേട്ടോ. സാരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതുണ്ടോ, ഇതാണ് സാരിയെ. നമ്മുടെ നെറ്റ് കോട്ടയുടെ സ്റ്റഫാണോ എന്ന് ചോദിച്ചാൽ കോട്ടയുടെ സ്റ്റഫ് വരികയല്ലേ, അങ്ങനത്തെ ഒരു ഇതാണ് അതിൻ്റെ സ്റ്റഫ്. കണ്ടോ, ഇങ്ങനത്തെ സ്റ്റഫാണ്. ഇങ്ങനെ താഴെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന, അതിനകത്ത് വ്യത്യാസം വരുന്നത് ഈ കളറ് ബോർഡറിൻ്റെ മുന്താണിക്കും ഒക്കെ വരുന്ന കളറിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിൻ്റെ എല്ലാം ബേസ് കളറ് ഈ ഒരു വൈറ്റ് ഷെയ്ഡ്, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് പോലത്തെ ഒരു ഷെയ്ഡ്. ഇത് വരും മുന്താണി നിറച്ച് ഫ്ലോറൽ പ്രിൻ്റായിട്ട് പുതിയൊരു മോഡൽ വന്നിരിക്കുന്നതാണ്. താഴെ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ്, ബോഡിയെ മുഴുവനും ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ബുട്ട പോലെ പല ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇതിപ്പോൾ ലാവണ്ടർ ഷെയ്ഡ്. അപ്പോൾ അതിന് ബ്ലൗസ് വരുന്നത് ഇതാ, ബ്ലൗസായിട്ട് വരുന്നത്. ബ്ലൗസ് ഇത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഈ ലാവണ്ടർ ഷെയ്ഡ് ബ്ലൗസ് ഇടുവാണെങ്കിലും നല്ല ഭംഗിയായിട്ട് സിമ്പിളാണ്. പക്ഷേ ഒരു നല്ലൊരു വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല എന്നാ പറയുക, നമ്മളൊരു വൈറ്റിന് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു എടുപ്പും വൃത്തിയൊക്കെ ഇല്ല, അങ്ങനെയുള്ളൊരു സംഭവം. റേറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല സാരി, നെറ്റ് കോട്ടയുടെ സാരി. നെറ്റ് കോട്ട പ്യുവർ നെറ്റ് കോട്ട എന്ന് പറയുന്നില്ല, അങ്ങനത്തെ ഒരു ഫാബ്രിക്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനൊരു ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ, എവർഗ്രീൻ എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും എപ്പോഴും എന്നാ പറയുന്നത്, ഫാഷൻ പോകത്തില്ല, മോഡൽ പോകത്തില്ലാത്തൊരു ഫാബ്രിക്കാണ്. പീച്ച്, മുമ്പ് ലാവണ്ടർ വന്നെടുത്ത് പീച്ച്. ബ്ലൗസ് ഇത്, ബ്ലൗസിന് ഏതാണോ ഇവിടെ വരുന്ന ബോർഡർ അത് തന്നെ കയ്യിലും ബോർഡറായിട്ട് ബ്ലൗസിനും വരും. പിന്നെ യെല്ലോ, കണ്ടോ, താഴത്തെ ബോർഡർ നല്ലതാണ്. നമ്മളിങ്ങനെ സാരി ഫോളൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഞൊറിഞ്ഞുടുത്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലാണ്. ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ബ്ലൗസ് തന്നെ ഇടുന്നതിൽ ഇച്ചിരി നല്ല, നമുക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നല്ലൊരു സ്റ്റൈലായിരിക്കും. ഇതിടണം, സാരി ഫോൾ എന്നാണെങ്കിൽ ഈ സാരിക്ക് പിടിപ്പിക്കാൻ വലിയ ഇതില്ലല്ലോ, അത് ആ സാരിയെ അത്രയും കൂടെ ഇരട്ടി ഭംഗിയാക്കും. അപ്പോൾ അത് ഈ നെറ്റ് കോട്ടയുടെയൊക്കെ സാരിക്കൊക്കെ സാരി ഫോൾ ഉണ്ടെങ്കിൽ ഒരു ഭംഗിയുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ബ്ലൂ, സഫയർ ബ്ലൂ മുന്താണി വന്നിട്ട് ഇങ്ങനെ 2 ഷെയ്ഡും കൂടി ഉണ്ട്. ഇപ്പോൾ എത്ര എണ്ണം കാണിച്ചു? 4. നല്ല സാരി കേട്ടോ. ഞാൻ പേഴ്സണലി പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ഡീസൻ്റ് സാരി എന്ന് പറയുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഉടുക്കുകയും ചെയ്യാം. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈറ്റിന് ഭയങ്കര ഡിമാൻഡാണല്ലോ, ബ്ലൗസൊക്കെ ആണെങ്കിലും വൈറ്റ് ഭയങ്കര ഡിമാൻഡാണല്ലോ. പിങ്ക് മുന്താണി വന്നിട്ട് ഇങ്ങനെ, പാരറ്റ് ഗ്രീൻ, ഉണ്ടോ ആ മോഡൽ സാരി. അത്രയേ ഉള്ളൂ ഇന്നത്തെ. സത്യം പറഞ്ഞ വീഡിയോ കൊച്ചായി പോകാൻ കുറച്ച് ചുരിദാർ സെറ്റ് സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ടേ, അത് കാണിക്കണോ വേണ്ടിയോ എന്ന് എനിക്കിങ്ങനെ ഒരു ഡൗട്ട്. ഇത് നമ്മുടെ ലഹരിയ ഡിസൈൻ വരുന്ന ഒരു സെമി സിൽക്ക്. സെമി സിൽക്ക് എന്ന് പറഞ്ഞാൽ അത്ര കനം ഒന്നുമില്ല, കനമൊക്കെ കുറവാണ്. സോഫ്റ്റ് സിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു കോൺട്രാസ്റ്റ് വരുന്ന ഫങ്ഷൻ വെയറിന് ഉടുക്കാൻ പറ്റുന്ന സാരി. ഇതിൻ്റെ മുന്താണി കാണിക്കണമെങ്കിൽ ഫോൾഡിങ്, ഗുലുമാല് പിടിച്ച ഫോൾഡിങ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാണ് മുന്താണി. ഒരു ടൈപ്പ് ഓഫ് അജ്രക്ക് പ്രിൻ്റ് വരുന്ന മുന്താണി. സാരി വന്നിട്ട് നല്ല പർപ്പിളിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡും സൈഡിൽ ബോർഡറായിട്ട് ഈ ഒരു രാമാഗ്രീൻ്റെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡും. ഇത് കണ്ടോ, താഴത്തെ ബോർഡറിന് ഇച്ചിരി കൂടി വീതിയുണ്ട്, മുകളിലത്തെ ബോർഡറിന് ആവശ്യത്തിനുള്ള വീതിയുള്ളൂ. ഇതിന് താഴോട്ട് കണ്ടോ, ഇങ്ങനെ കിടക്കും സാരി. ഇങ്ങോട്ട് കാണിക്കേ, താഴോട്ട്. CCTV എന്നാ പരിപാടി എനിക്കറിയാൻ മേലിട്ട് ചോദിക്കുക.
CCTV സ്ക്രീനിൽ നോക്കി നിന്നുകൊണ്ട് വീഡിയോ എടുക്കുക. ഞാൻ വലിയ പോസൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ക്യാമറ അങ്ങോട്ടായിരിക്കുന്നത്. അതിൻ്റെ വേറെ കളേഴ്സ് കാണിക്കാവേ. അയ്യോ, ബ്ലൗസ് കാണിച്ചില്ലായിരുന്നല്ലേ, ഇതിത്തെ കാണിക്കാം കേട്ടോ. എന്നാ രസമല്ലേ, ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്നിട്ട് റെഡ് ബോർഡർ റെഡ്. ഇത് നല്ല വില കൂടിയ സാരിക്ക് ഈ വിലയല്ലേ ഇതിനുള്ളൂ. വില കൂടിയ സാരിയുടെ ഒരു പകിട്ട് ഇതിന് കിട്ടുന്നുണ്ട്. ഒരു ഗ്ലോയും അലഹരിയ ഡിസൈനും അജ്രക്ക് പ്രിൻറ്റും കോൺട്രാസ്റ്റ് ബോർഡറും എല്ലാം കൂടെ. പക്ഷെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് കൊടുക്കുകയും ചെയ്യും. സെമി സിൽക്കിൻ്റെ സാരി കൊടുക്കുമ്പോൾ സിന്തറ്റിക് മിക്സ് ഉണ്ട് എന്തായാലും, അതിനകത്ത് ഒരു ചൂട് ഫീൽ ചെയ്യും. ഇതിനെനിക്കറിയത്തില്ല, ഞാൻ ഈ AC ഇട്ട റൂമിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണെന്ന് പറയുന്നത് എനിക്കിതിൻ്റെ ചൂട് ഫീൽ ചെയ്യുന്നില്ല ഒട്ടും. നല്ല മാനേജബിളാണ്. ഇതുണ്ടോ, പിന്നെ ഉണ്ടല്ലോ നല്ല വീതിയുള്ള ബോർഡർ. ഇത് വെച്ച് വേണമെങ്കിൽ പട്ടുപാവാട തയ്ക്കാം. കുറച്ച് കാലമായിട്ടും പറയിച്ചില്ലായിരുന്നു പട്ടുപാവാട തയ്ക്കുന്ന കാര്യം. എനിക്ക് വീതി ബോർഡർ ഏത് കണ്ടാലും എപ്പോഴും പട്ടുപാവാട തയ്ച്ചാലും സമാധാനമുള്ളൂ. ഇതും എടുക്കും. എന്നിട്ട് നമുക്ക് ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസ് ഇത് തൊട്ട് ബ്ലൗസ് ഒന്നെങ്കിൽ ഇത് വെച്ച് ബ്ലൗസ് ഇടുക. ബ്ലൗസിൻ്റെ അറ്റത്ത് ബോർഡറുണ്ട്, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാലും നല്ലതാണ്. നല്ല ഭംഗിയല്ലേ, നല്ല കളർഫുള്ളായിട്ടിരിക്കും. റോയൽ ബ്ലൂ വിത്ത് പിങ്ക്. ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഫങ്ഷൻ വെയർ സാരി. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈ റേറ്റ് ഇച്ചിരി താന്നതാണ് കാണിക്കുന്നത്. റേറ്റുള്ള സാരികൾ കാണിക്കണം. കണ്ട എന്താണ് ഇങ്ങനെ നല്ല റോയൽ ബ്ലൂ, എന്നിട്ട് അതിൽ മജന്ത അല്ലെങ്കിൽ പിങ്ക്, ഡാർക്ക് പിങ്ക് ബോർഡർ, കോൺട്രാസ്റ്റ് ബോർഡർ. ബ്ലൗസ് ഇത് വന്നിട്ട് വയലറ്റ് ഷെയ്ഡ്. നല്ലതാട്ടോ, വയലറ്റും മസ്റ്റാർഡ് യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷൻ. നല്ലതാണ് ഇത് കാണുമ്പോൾ സ്ക്രീനിൽ കൂടെ. നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു സാരിപ്രാന്തി ചെറുതായിട്ട് എനിക്ക് കയറിയിട്ടുണ്ട്. എല്ലാവരും സാരി കൊടുത്തപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞ് ബുക്കിയേ. ചുമ്മാ ബുക്ക് ചെയ്താണോ? ആക്ഷൻ വേണ്ടെന്നോ? അതങ്ങനെ ആയിപ്പോയി, ജന്മന ഉള്ളതാണ്. ആക്ഷൻ ഇച്ചിരി കൂടുതലാണ്. എല്ലാവരും പറഞ്ഞു നല്ലതാണ്, സാരിയാണ് നല്ല പണ്ടേ ഞാൻ സാരി എടുക്കുമ്പോൾ എല്ലാവരും പറയും സത്യം എനിക്ക് സാരിയാണ് ചേരുന്നത്, ചുരിദാറിനൊക്കെ ചേരാം. അതിൻ്റെ അർത്ഥം ചുരിദാർ ചേരുന്നില്ലെന്നാണ്, അതെനിക്കറിയാം. അത് കേട്ടപ്പോൾ തൊട്ട് ഇച്ചിരി ഇളക്കം തുടങ്ങിയേക്കുക, സാരി ഉടുത്താലൂന്ന്. പക്ഷേ വെറുതെയാ, മെനക്കെടുന്ന ഒരു പരിപാടി കേസിട്ട് നമ്മൾ പിടിക്കൂല. നമ്മൾ മടിച്ചായിട്ടല്ല, എനിക്ക് വയ്യ. ഒന്നാമതേ നമുക്ക് എപ്പോഴും ഓട്ടവും പാച്ചിലും തിരക്കും മഹളവും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇത് മുന്താണി ഉണ്ടോ, അല്ല ബോർഡർ ഉണ്ടോ. ഞാൻ തന്നെ എപ്പോഴും പറഞ്ഞു നടക്കും പ്രായമൊന്നുമില്ല, ഡ്രസ്സിങ്ങിന് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല മറ്റേതാ മറച്ചതാന്നൊക്കെ ഞാൻ തന്നെ വലിയ വാചകം അടിച്ചുകൊണ്ട് നടക്കും. പക്ഷേ ഞാൻ പ്രായം നോക്കിയിട്ടുള്ള ഡ്രസ്സിങ് ഒന്നും എനിക്കില്ല. എനിക്ക് കംഫർട്ട് നോക്കിയിട്ടുള്ള ഡ്രസ്സിങ്ങേ ഉള്ളൂ. പിന്നെ ഒക്കേഷൻ നോക്കിയിട്ടുള്ള ഡ്രസ്സിങ് ഇപ്പോൾ ഇല്ല. പണ്ടെങ്ങനെയല്ലായിരുന്നു, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ, ടൂറിന് പോകുമ്പോൾ അങ്ങനെ, കല്യാണത്തിന് പോകുമ്പോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് നമ്മുടെ എന്താ പറയട്ടെ, സ്ത്രീകൾക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴേ ചൂട് ശരീരത്ത് കൂടും, നമ്മുടെ മൈൻഡ് സെറ്റ് മാറും, മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ നമ്മൾക്ക് കംഫർട്ടാണ് എന്താണോ അതാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ള ഒത്തിരി പെൺമണികളെ എനിക്കറിയാം. എന്നാലും ഇതൊക്കെ സഹിച്ച് നടക്കുന്നവരെ എനിക്കറിയാം. താങ്ക് യു.